നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ കാത്തിരിക്കുന്ന ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന വലിയൊരു മാറ്റം ഒടുവിൽ പാർലമെന്റിൽ പ്രതിപക്ഷ എതിർപ്പിനിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തുവാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബിൽ. ഇത് ഭരണഘടനയുടെ 129 ഭേദഗതി ആയിരുന്നു. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം തകരും എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇതിനെ ഒറ്റക്കെട്ടായി എതിർത്തതോടെ വോട്ടെടുപ്പ് നടത്തി. പ്രതിപക്ഷത്തിന്റെ 198 വോട്ടിനെതിരെ 269 വോട്ടിന്റെ പിൻബലത്തിൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ബിൽ അവതരണ ശേഷം സമവായമുണ്ടാക്കുവാൻ ഒടുവിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സമ്മതിക്കുകയും ചെയ്തു. ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടാകണം. ഇപ്പോൾ ലോക്സഭയിൽ 543 അംഗങ്ങളിൽ NDAക്ക് 293 അംഗങ്ങളും ഇന്ത്യ മുന്നണിക്ക് 234 അംഗങ്ങളുമുണ്ട്. 2/3 ഭൂരിപക്ഷം ഉണ്ടാകുവാൻ 362 വോട്ട് വേണം. അതായത് ഈ ബിൽ പാസ്സാകണമെങ്കിൽ പ്രതിപക്ഷവുമായി സമവായം ഉണ്ടായാലേ നടക്കുകയുള്ളൂ. ഇതിനോടൊപ്പം ഡൽഹി, ജമ്മു കശ്മീർ, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നടപ്പാക്കുവാനുള്ള ഭേദഗതി ബില്ലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ ഭരണകക്ഷിയായ NDAയുടെ 20 BJP അംഗങ്ങൾ സഭയിലെത്താത്തത് അവർക്ക് വലിയൊരു ക്ഷീണമായി. NDAയുടെ സഖ്യകക്ഷികളായ TDPയും ശിവസേന ഷിൻഡെ വിഭാഗവും ബില്ലിനെ പിന്തുണച്ചു. സഭയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും ഭരണകക്ഷിക്ക് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം നേടണമെങ്കിൽ പ്രതിപക്ഷത്തുള്ള വലിയ കക്ഷികളെ കൂട്ടുപിടിച്ചേ തീരൂ എന്നതാണ് നിലവിലെ അവസ്ഥ. ഇതിനെക്കുറിച്ച് നടന്ന 90 മിനിറ്റ് ചർച്ചയിൽ ഈ ബില്ലിനെ കുറിച്ച് പഠിക്കുവാൻ പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. ഈ ബിൽ പ്രകാരം പ്രസിഡന്റിനായിരിക്കും കൂടുതൽ അധികാരം ലഭിക്കുക എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയാണ്. രാജ്യത്ത് ഏകാധിപത്യം നടപ്പാക്കുകയാണ് ഈ ബില്ലുകളുടെ ലക്ഷ്യമെന്ന് സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു. പുതിയ പാർലമെന്റിൽ ആദ്യമായി നടത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിലൂടെയാണ് ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി ഈ ബില്ലുകളിൽ എന്താണെന്ന് നോക്കിയാൽ 129ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം ഭരണഘടനയിൽ 82A ആയി പുതിയൊരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തുകയാണ്. 83, 172, 327 വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നു. ഈ 82A അനുസരിച്ച് പുതിയ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന് ലോക്സഭ ആദ്യമായി സമ്മേളിക്കുന്ന ദിവസം പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിലാക്കി രാഷ്ട്രപതി വിജ്ഞാപനമിറക്കും. ലോക്സഭയുടെ 5 വർഷത്തെ പൂർണ്ണ കാലാവധിക്കൊപ്പം നിയമസഭകളുടെ കാലാവധിയും അവസാനിക്കും. ഇങ്ങനെയാകുമ്പോൾ 2031 കേരളത്തിൽ സർക്കാർ വന്നാൽ അവർക്ക് 2034 വരെയേ കാലാവധി ഉണ്ടാവുകയുള്ളൂ. വേറൊന്ന്, 5 വർഷത്തെ പൂർണ്ണ കാലാവധിക്ക് മുൻപ് ലോക്സഭ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അവശേഷിക്കുന്ന കാലയളവിനെ പൂർത്തിയാകാത്ത കാലയളവായി കണക്കാക്കും. പിന്നീട് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തും. ആ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ രൂപപ്പെടുന്ന ലോക്സഭയ്ക്ക് നേരത്തെ പറഞ്ഞ പൂർത്തിയാക്കാത്ത ബാക്കി സമയത്തേക്ക് മാത്രമായിരിക്കും ഭരണകാലാവധി. ഇതേ രീതിയിൽ തന്നെയായിരിക്കും നിയമസഭകളിലും നടക്കുക. ഇനി കേന്ദ്രഭരണ പ്രദേശ ഭേദഗതി ബിൽ നോക്കിയാൽ ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡൽഹിയിലും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭേദഗതികളാണ്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം ശക്തമായ എതിർപ്പുമായി രംഗത്തുള്ളതിനാൽ ഈ ലോക്സഭയുടെ കാലാവധി തീരും മുൻപ് ഈ ബിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാസ്സാക്കുവാനിടയില്ല. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ് ഇവരൊന്നും ഈ ദിവസത്തിൽ പാർലമെന്റിൽ ഇല്ലായിരുന്നതും ശ്രദ്ധേയമായി. ഇന്ത്യ സഖ്യത്തിലെ 2ാം നിര നേതാക്കളാണ് ഈ ബില്ലിനെ ശക്തമായി എതിർത്തത്. ഒടുവിൽ ഇത് JPCക്ക് വിടാമെന്ന് സർക്കാർ സമ്മതിക്കുകയും ചെയ്തു. പ്രതിപക്ഷമുയർത്തിയ പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. പ്രധാനമന്ത്രിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും പരമോന്നത നേതാവിനെ വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള നീക്കമാണ് ഇത്. സംസ്ഥാന പ്രാദേശിക വിഷയങ്ങൾ ഇല്ലാതാകുകയും പ്രാദേശിക പാർട്ടികൾ ഇല്ലാതാകുകയും ചെയ്യും. ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾക്കും ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾക്കും വിരുദ്ധമാണ് ഈ ബിൽ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ കീഴാളർ അല്ല. സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ലോക്സഭയുടെ കാലാവധിയെ ആശ്രയിച്ചാകുവാൻ ഭരണഘടന അനുവദിക്കുന്നില്ല. ഈ നിയമനിർമ്മാണം നിലനിൽക്കില്ലെന്നും കോടതി അത് റദ്ദാക്കുമെന്നും പ്രതിപക്ഷം വാദിച്ചു. 2023 മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുവാനായി ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചത്. 2024 മാർച്ച് മാസത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സർക്കാർ നയത്തെ പൂർണ്ണമായും പിന്താങ്ങുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ പാർലമെന്റ്, അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ
ഒന്നിച്ചാക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഇതിനായി ഭരണഘടന 129 ഭേദഗതി ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. 1967 വരെ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ ഒരുമിച്ചാണ് നടന്നിരുന്നത്. 1969-70 കാലത്ത് പല സർക്കാരുകളും നിലംപതിച്ചതോടെയാണ് ഇതിന്റെ ഒരു ക്രമം തെറ്റിയത്. ഈ ബിൽ പാസ്സായാൽ ഇനി മുതൽ വർഷങ്ങളുടെ കാലാവധി ശേഷിക്കുന്ന പല നിയമസഭകളും പിരിച്ചുവിടേണ്ടി വരും. ഈ ബിൽ പാസ്സായാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. തിരഞ്ഞെടുപ്പുകൾ ആവർത്തിച്ചു വരുന്നത് ഒഴിവാക്കിയാൽ തന്നെ 7500 മുതൽ 12,000 കോടി വരെ രാജ്യത്തിന് ലാഭമുണ്ടാകും. ഇലക്ഷൻ നിരീക്ഷകർ, പോളിംഗ് ഉദ്യോഗസ്ഥർ, പോലീസ് അടക്കമുള്ളവരുടെ മനുഷ്യ വിഭവശേഷി ഒന്നിച്ചു പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സമയലാഭവും അധ്വാനഭാരവും കുറയും. വോട്ടർമാർ പലവട്ടം പോളിംഗ് ബൂത്തിൽ പോകുന്നത് ഒഴിവാകും. ഇങ്ങനെയുള്ള വാദങ്ങളാണ് ഈ ബില്ല് പാസ്സായാൽ ഉണ്ടായ നേട്ടങ്ങളായി പറയപ്പെടുന്നത്. നേരത്തെ രാംനാഥ് കോവിന്ദ് റിപ്പോർട്ടിൽ ഈ നിയമം 2029 മുതൽ നടപ്പിൽ വരുത്തണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ നടന്നിരുന്നാൽ കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് അല്പായുസ് മാത്രമായി മാറുമായിരുന്നു. ഇനി 2025-ലോ 2026-ലോ ബിൽ പാസ്സായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുക്കങ്ങൾക്ക് അധികം സമയവും ലഭിക്കില്ല. ഒന്നിച്ചുള്ള തിരഞ്ഞെടുപ്പിന് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി വോട്ടിംഗ് യന്ത്രങ്ങളും തയ്യാറാക്കേണ്ടി വരും. അതും ഇപ്പോൾ പ്രായോഗികമാകാത്ത കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.